ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിക്കുന്നത് അവരവർക്ക് വേണ്ടിയാണ്. ഇവിടെ നമ്മൾ 100-200ഓളം പേരും അവരുടെ കുടുംബാംഗങ്ങളും ഇവിടെ പ്രാർത്ഥിക്കുന്നത് സർവേ ഭവന്തു സുഖിന എന്നാണ്. നമ്മൾ ആർക്കും ഒരാളിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. സർവേ ഭവന്തു സുഖിന, എല്ലാവരുടെയും സുഖത്തിന് വേണ്ടി. സർവേ സന്തു നിരാമയ, ആമയം രോഗങ്ങൾ മാറട്ടെ, നിരാമയരാകട്ടെ എല്ലാവരും. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവർക്കും ഭദ്രമായ ഒരു ജീവിതം പ്രദാനം ചെയ്യട്ടെ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, ആർക്കും ഒരു ദുഃഖവും ഉണ്ടാകാതിരിക്കാൻ കലിയുഗ വരദനായ കൺകണ്ഠദേവനായ ഈ ഗൃഹസ്ഥ ഈശ്വരൻ സകല ജീവികൾക്കും സകല ദേവന്മാർക്കും അതീതനായി ഈ ഭൂമിയുടെ ഏറ്റവും ഉന്നതമായ ശൃംഗത്തിൽ 18 മലകളുടെ നടുക്കായിട്ട് ഭഗവാൻ ഇരിക്കുകയാണ്. നാനാവശത്തേക്കും കണ്ണുകൾ പായിച്ച്. ഇനിയും ഒരു പ്രളയമുണ്ടായാൽ, ആ പ്രളയത്തിൽ സകല ചരാചരങ്ങളും നിഷ്പ്രഭമായാൽ, അവിടെ ഒരു സൂര്യ തേജസ് പൊന്നമ്പലത്തിൽ ഉയർന്ന് ഈ സകല പ്രപഞ്ചത്തിനും രക്ഷകനായിട്ട് ഈ കലിയുഗത്തിലുണ്ടെങ്കിൽ അത് ഭഗവാൻ കൈലാസനാഥപുത്രനായ മോഹിനീസുതനായ ധർമ്മവത്സലനായ കാരുണ്യസാഗരമൂർത്തിയായ മഹൌഷധ പ്രദായകനായ ഹരികരപുത്രനായ ശ്രീ ധർമ്മശാസ്ത്രാവായ പന്തള രാജപുത്രനായ മധുരയിൽ നിന്നും രാജശേഖര രാജാവിന്റെ അനന്തരാവകാശിയായി പന്തളത്ത് വന്ന് കാശിരാമേശ്വരം പാണ്ഡ്യ മലയാളം അടച്ചു വാണരുളുന്ന് നമ്മുടെ എല്ലാവരുടെയും ക്ലേശങ്ങളും ദുരിതങ്ങളും കലാതീതമായിട്ടല്ല, കാലാതിവർത്തിയായിട്ടല്ല, നമ്മളോടൊപ്പം ജീവിച്ചു മനസ്സിലാക്കിയ ഭഗവാൻ ആ മണൽത്തരികളിൽ നമ്മൾ പോയി പന്തളത്ത് പോയി ഭജന നടത്തുമ്പോൾ വൃശ്ചികം 1-ാം തീയതി വൈകിട്ട് 3 മണിക്ക് തീർത്ഥംകുഴിച്ചാലുമൂട് അമ്മൻകോവിലിൽ നിന്നും നമ്മൾ പന്തളത്തേക്ക് പോകും. കഴിഞ്ഞ വർഷങ്ങളായി പന്തളത്തെ ഒരു ആചാരമായി മാറുകയാണ്. വൃശ്ചികം 1-ന്റെ ദീപാരാധന കണ്ടു തൊഴുന്നത് ഈ തീർത്ഥാടന പദയാത്രാ സംഘത്തിന്റെ മന്ത്രജപത്താൽ മുഖരിതമായ ആ അന്തരീക്ഷത്തിലാണ്. അപ്പോൾ അവിടെ ആ അയ്യപ്പസ്വാമി നടന്ന് ഭിക്ഷ വെച്ചു നടന്ന് കളിച്ച ആ ഭൂമിയിൽ നമ്മുടെ പാദസ്പർശമേൽക്കുമ്പോൾ അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന ഊർജം സഹസ്ര കോടികൾക്ക് നാളെ പ്രചോദനമാകേണ്ട, മാതൃകയാവേണ്ട സ്വാമിമാരുടെ കൂട്ടായ്മയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. ഇത് മോക്ഷത്തിലേക്കുള്ള ഓരോ മനുഷ്യനും ജന്മമെടുക്കുന്നത് അവസാനം മോക്ഷത്തിന്റെ പാതയിൽ ചെന്നു ചേരുന്നതിന് വേണ്ടിയാണ്. മോക്ഷത്തിന്റെ മാർഗത്തിൽ ചെന്നു ചേരുന്ന കാര്യം ഇന്ന് നിഷ്പ്രഭമായ ചിന്തയാകുന്നു. അതിന് കാരണം തന്നെ ഭഗവാൻ പറയുന്നത് ഇത് കലിയുഗമാണ്. എല്ലാ മന്ത്രങ്ങളെയും എല്ലാ ശാസ്ത്രങ്ങളെയും എല്ലാ ആചാരങ്ങളെയും കമ്പോളത്തിൽ വിൽപ്പന ചരക്കാക്കുമ്പോൾ യാതൊരു കമ്പോള വിലയും ഇല്ലാത്ത, വിലമതിക്കാനാവാത്ത അയ്യപ്പ മന്ത്രം ശിരസിലേറ്റി, അയ്യപ്പ മന്ത്രം മനസ്സിലേറ്റി നമ്മളെ പോലെയുള്ള സ്വാമിമാർ ഇതാ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് അയ്യപ്പസ്വാമിയുടെ അംശാവതാരങ്ങളായി പുനരവതാരം ചെയ്യുകയാണ്. ആ അവതാരമാണ് നമ്മളെന്ന ബോധം ഓരോ സ്വാമിമാരുടെയും മനസ്സിലുണ്ടാകണം. നമ്മളെ കാണുന്ന ഭക്തന്റെ മുമ്പിൽ ഇത് അയ്യപ്പസ്വാമിയുടെ പ്രതിപുരുഷനായി വളരുവാനുള്ള കെൽപ്പും ശക്തിയും മനസ്സും നമ്മളിൽ വളരണം. ഈ ഗൃഹസ്ഥ ജീവിതത്തിൽ അതൊന്നും അത്ര എളുപ്പമല്ല. ഈ കലിയുഗത്തിൽ നാനാഭാഗത്തു നിന്നും നാനാതരത്തിലുള്ള